ഡോക്ടർ, അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഡോക്ടർക്ക് മെമ്മറിയിൽ നിൽക്കുന്ന, ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു ജീവിതം ഇങ്ങനെ മാറിയ ഒരു സംഭവമോ എന്തോ ആയിക്കോട്ടെ, അതൊന്ന് ഷെയർ ചെയ്യാനുണ്ടാവും. അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നൊരു ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഒരു 38-40 വയസ്സുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 38-40 വയസ്സിൽ ആ പേഷ്യൻ്റ് ആയ അദ്ദേഹം വരുമ്പോഴത്തേക്ക് 39 വയസ്സായിരുന്നു. അദ്ദേഹം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്വാസം മുട്ടായിട്ട് വരുന്നു, അറിയുന്നില്ല അദ്ദേഹത്തിന് കിഡ്നി ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലം ഇത്രയും നാളുമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. ശ്വാസം മുട്ടായിട്ട് വന്നു, നമുക്ക് പെർമനൻ്റ് ആയത് ക്രോണിക് കിഡ്നി ഡിസീസാണ്, എൻ സ്റ്റേജ് റിനൽ ഡിസീസാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്തു. ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നു നിങ്ങൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് ഉചിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലായിടത്തും കാണുന്നത് പോലെ ഈ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം പല വഴിക്ക് പോകുന്നു. നമുക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഐഡിയൽ ഡോണറെ കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ബാക്കി ബന്ധുക്കൾ. അപ്പോഴാണ് വൈഫുണ്ട്, പക്ഷെ അവർ വേറിട്ടാണ് താമസിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വൈഫ് അറിഞ്ഞ ഉടൻ വൈഫ് തിരിച്ചു വന്നു, ഇദ്ദേഹത്തിനായിട്ട് തിരിച്ചു വന്നു. ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ വൈഫ് ഇദ്ദേഹത്തിനായിട്ട് തിരിച്ചു വന്ന് അവരുടെ വൈഫിൻ്റെ വീട്ടുകാരുടെ എതിർപ്പിനെല്ലാം മറികടന്നുകൊണ്ട് അവർ ആ കിഡ്നി ഡൊണേഷൻ ചെയ്തു. മനുഷ്യരിങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന സമയങ്ങളായിരിക്കും. നമുക്ക് അത് ഈ വർക്കപ്പിനിടയിൽ തന്നെ നമുക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. 2-3 തവണ വെന്റിലേറ്ററിലായി. പക്ഷെ നമ്മൾ കൂടെ ഇരുന്ന് അതൊന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിന് ഔട്ടായി തിരിച്ചു കൊണ്ടുവന്ന് അവസാന കിഡ്നി ഡൊണേഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു. ഏകദേശം ഈ അസുഖങ്ങൾ, ഡയാലിസിസ് സമയത്തുള്ള അസുഖങ്ങൾ, ഇൻഫെക്ഷൻ, അങ്ങനത്തെ മോശമായിട്ടുള്ള ശാരീരിക അവസ്ഥ, ഇതെല്ലാം താണ്ടി അത്രയും നാളും ആ ഭാര്യ കൂടെ നിന്ന് പരിചരിച്ച് അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുവന്ന് ഇപ്പോഴ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 3.5 വർഷമായി. ഇപ്പോഴും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ദിവസം ആ ഒരു ദിവസം വെച്ചിട്ട് പുള്ളി വിളിക്കാറുണ്ട്. നന്നായിട്ടിരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ട്.